മറ്റു വാർത്തകളിലേക്ക് പോകാം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ആരാകും? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഓരോ ദിവസവും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവും, നാളെ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ആ വിഷയത്തിൽ കെ സുരേന്ദ്രൻ തുടരുമെന്ന സാധ്യത നിലനിൽക്കെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയും കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സുരേന്ദ്രൻ തുടരുന്നതിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷത്തെ കാലാവധി ഔദ്യോഗികമായി പിന്നിട്ടതിനാൽ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സജീവമായി തന്നെയുണ്ട്. സുരേന്ദ്രൻ മാറിയാൽ സംസ്ഥാനത്ത് ബി.ജെ.പി. കൂടുതൽ ശക്തിപ്പെടുമെന്ന് സുരേന്ദ്രന്റെ വിരുദ്ധ ചേരിയിലുള്ളവർ അവകാശപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖർ, എം.ടി. രമേശ്, ശോഭ സുരേന്ദ്രൻ എന്നീ പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇതിൽ സുരേന്ദ്രൻ തുടരുമോ അതോ ഈ 3 പേരിൽ ഒരാൾ വരുമോ? ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വാർത്തയിൽ ഏറ്റവും പ്രധാനമായ കാര്യം സംസ്ഥാനത്തെ സാഹചര്യം കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നു എന്നതാണ്. അവർക്ക് ഇപ്പോൾ അവരുടെ മുന്നിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേത് ഘടകത്തിനായിരിക്കും കൂടുതൽ മുൻതൂക്കം വരിക? ശ്രീജ, സംസ്ഥാന അധ്യക്ഷനെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. പക്ഷേ അത് ദേശീയ അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ നടപടികൾ നീണ്ടുപോകുന്നത് കൊണ്ടെന്നുള്ളൊരു വിശദീകരണമാണ് വരുന്നത്. ഏതായിരുന്നാലും 19ഓളം സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ദേശീയ അധ്യക്ഷന്റെ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. ഏതാണ്ട് 10ലധികം സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചു കഴിഞ്ഞു. കേരളമടക്കം മറ്റ് ചില സംസ്ഥാനങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സുരേന്ദ്രന്റെ സാധ്യത അത് 5 വർഷമാകുന്നു. 3 വർഷ ടേമാണ്. ഈ 2 വർഷം ഒരു ടേമായി കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് ഒരുപക്ഷെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ അല്ലെങ്കിൽ തുടരാൻ കഴിയും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, കേന്ദ്ര നേതൃത്വം പല കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ പ്രധാനം വോട്ട് വിഹിതത്തിന്റെ ഒരു വർധനയാണ്. കേരളത്തിൽ 5% വരെ ആയിരുന്നു, 5%, 6% വരെ ആയിരുന്ന ബി.ജെ.പിയുടെ വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20%-നടുത്തേക്ക് എത്തുന്നുണ്ട്. ക്രമാനുഗതമായി വോട്ട് വളർച്ചയുണ്ടാകുന്നുണ്ട്. ഇത് മുരളീധരന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രവണതയാണ്. അത് സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ അതിന് വേഗം കൂടുന്നു. വോട്ട് ഷെയറിൽ കേരളത്തിൽ ബി.ജെ.പി. മുന്നോട്ട് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നു. മാത്രമല്ല, തൃശൂരിലെ ബി.ജെ.പിയുടെ വിജയം, തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിച്ചു വരാൻ കഴിഞ്ഞ ഒരു സാഹചര്യം, അസംബ്ലി സീറ്റുകളിൽ വലിയ വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന വർധന, മാത്രമല്ല പല സീറ്റുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ബി.ജെ.പി. ഒന്നാമതെത്തിയ സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം തന്നെ 3 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ 4 മണ്ഡലങ്ങളിലാണ് അങ്ങനെ ഒന്നാമത് എത്തിയത്. അങ്ങനെ ബി.ജെ.പിക്ക് ഒരു വളർച്ചയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന്റെ ഒരു ടെമ്പോ നിലനിർത്തുന്നതിന് സുരേന്ദ്രൻ തുടരട്ടെ എന്നൊരു വികാരം പങ്കുവെക്കുന്നവരുണ്ട്. പക്ഷേ സുരേന്ദ്ര വിരുദ്ധ ചേരി അതിശക്തമാണ്. കാരണം ഒരു വശത്ത് കൃഷ്ണദാസ് പക്ഷം നിൽക്കുന്നു, മറുവശത്ത് ശോഭ. ഒറ്റയാൾ പോരാട്ടമാണെങ്കിൽ കൂടി അവരോടൊപ്പം കുറേയധികം അണികളുണ്ട്. മറുവശത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ പുതിയ ശക്തികൾ സംസ്ഥാനത്ത് വളർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. വി മുരളീധരനാകട്ടെ പഴയതുപോലെ സുരേന്ദ്രനുമായി അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നോക്കുമ്പോൾ സുരേന്ദ്രന് അനുകൂലമായി നിൽക്കുന്നവരുടെ എണ്ണം കുറവാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സുരേന്ദ്രനുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് അവർ അവരുടെ ഒരു വാദം ഉന്നയിക്കുന്നത്. സുരേന്ദ്രൻ മാറിയാലും ബി.ജെ.പിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാലാകാലങ്ങളിലായി ബി.ജെ.പിക്ക് സംസ്ഥാന അധ്യക്ഷന്മാർ മാറിയെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അകന്നു നിൽക്കുന്ന ആളുകൾ കൂടുതൽ പാർട്ടിയിലേക്ക് അടുത്തു വരണമെങ്കിൽ സുരേന്ദ്രൻ മാറണം എന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. വ്യക്തിപരമായുള്ള പ്രശ്നങ്ങൾ പോലും ഇതിൽ ഉണ്ട്. അവിടെ ഇനി ആര്, സുരേന്ദ്രൻ മാറിയാൽ പിന്നെ എന്ത്, ആര് എന്നൊരു ചർച്ചയാണ് കൂടുതൽ വീണ്ടും ഒരു വശത്ത് സജീവമായി വരുന്നത്. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എത്തുമോ, അല്ലെങ്കിൽ എം.ടി. രമേശ് സീനിയറായിട്ടുള്ള നേതാവാണ്, അങ്ങനെ ഗ്രൂപ്പ് കൃഷ്ണദാസ് പക്ഷമായി നിൽക്കുന്നെങ്കിലും മറ്റുള്ളവരുമായി വലിയ തർക്കത്തിനോ പരസ്യമായ പോരിനോ തുറന്ന പോരിനോ കൊമ്പ് കോർക്കലിനോ ഒന്നും പോകാത്ത ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ ഉൾക്കൊണ്ടാൽ അദ്ദേഹം ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സ്വഭാവ വിശേഷമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊരാവശ്യം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതാണ്. പാർട്ടിക്ക് വേണ്ടി എപ്പോഴും ആർജവത്തോടെ നിൽക്കുന്ന ഒരു വനിതാ നേതാവാണ്. മാത്രമല്ല, വനിതാ പ്രാതിനിധ്യം പാർട്ടി പരിഗണിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒന്നാമത്തെ പേരായി വരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രന്റേതായിരിക്കും.
രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് സജീവമായുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി എത്തുന്നത്. പക്ഷേ വി മുരളീധര, കൃഷ്ണദാസ് പക്ഷങ്ങളെ ഒപ്പം കൂട്ടിയാൽ താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള പരിചയക്കുറവ് അത് മറികടക്കാൻ കഴിയുമെന്ന് രാജീവിനൊപ്പമുള്ളവർ കരുതുകയും ചെയ്യുന്നു. ആ നിലയ്ക്കുള്ള ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ഏതായിരുന്നാലും സുരേന്ദ്രന്റെ പേരിന് കൂടുതൽ പ്രാമുഖ്യം വരുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, കേരള പ്രഭാരി അടക്കമുള്ള ആളുകൾ, അവരെല്ലാം തന്നെ സുരേന്ദ്രന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അവർ കാണുന്ന ഒരു കാര്യം ഇതാണ്, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു കാര്യം, വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തുടരട്ടെ എന്നൊരു വികാരം കേന്ദ്ര നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മുന്നിലേക്ക് പല സമ്മർദ്ദങ്ങൾ എത്തുന്നുണ്ട്. സുരേന്ദ്രന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ സമീപനം പലപ്പോഴും ഏകപക്ഷീയമാണ്, മറ്റുള്ളവരെ കേൾക്കുന്ന ഒരു രീതിയില്ല, ഒരു സൗഹാർദ്ദപരമായല്ല അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള പല ആരോപണങ്ങൾ, ആക്ഷേപങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ ഒഴിവാക്കണം എന്നതടക്കമുള്ള ആവശ്യം ഒരു വശത്ത് ശക്തമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും BJPയുടെ പുതിയ അധ്യക്ഷൻ ആരാകണം എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.